ഗ്ലാമി ഗംഗ ഇട്ടിട്ടുള്ള ഈ ഔട്ട്ഫിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലോക്ക് പ്രിൻറ്റഡ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. 2 ടൈപ്പ് പ്രിൻറ്റഡ് മെറ്റീരിയൽ വേണം. ഒരെണ്ണം ഹെവി പ്രിൻ്റായിട്ടും മറ്റത് ലൈറ്റ് പ്രിൻ്റായിട്ടുമാണ് വേണ്ടത്. ഹെവി പ്രിൻ്റുള്ള മെറ്റീരിയൽ 2.25 മീറ്റേഴ്സും ലൈറ്റ് പ്രിൻ്റുള്ള മെറ്റീരിയൽ 1.5 മീറ്റേഴ്സും ആണ് എടുത്തിന്. ലൈറ്റ് പ്രിൻ്റഡ് മെറ്റീരിയലാണ് ബോഡി പോർഷൻ എടുക്കുന്നത്. ബോഡി വിഡ്ത്തിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. നമ്മളിവിടെ 32 ബസ് സൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സിന് നമ്മൾ ഹെവി പ്രിൻ്റഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. പോയറ്റ് സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലീവ് പാറ്റേൺ ആണ് അതിൽ യൂസ് ചെയ്തിന്. അതുകൊണ്ട് സ്ലീവ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് നമ്മൾ നോർമലി എടുക്കുന്ന വിഡ്ത്തിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എടുക്കണം. അതെങ്ങനെയാണെന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ വൃത്തിക്ക് കാണിച്ചു തരാം. സ്ലീവ് ലെങ്ത്ത് 3/4 ആണ് എടുത്തിന്. ടിയേഴ്സിനുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അത് ശരിക്കും 4 ടിയേർഡ് ഡ്രസ്സാണ്. ആ വീഡിയോയിലുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് കാഫ് ലെങ്ത്ത് വരെ മതിയേനു. അതുകൊണ്ട് 3 ടിയേർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് മിഡിൽ ടിയറിനുള്ള പീസാണ്. അതൊരു 12 ഇഞ്ച് ഹൈറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 2 പീസാണ് മിഡിൽ ടിയറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി 2 ടിയേഴ്സിനും ഹെവി പ്രിൻ്റുള്ള ഈ മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇതിനും 12 ഇഞ്ച് ഹൈറ്റാണ് എടുക്കേണ്ടത്. ഇതൊരു 5 പീസെങ്കിലും വേണം. ഏറ്റവും താഴെ വരുന്ന ടിയറിന് ഒരു 3.5 പീസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ താഴെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും. കട്ടിങ് പരിപാടി ഇതോടെ കഴിഞ്ഞ്. ഇനി നമുക്ക് തുന്നാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബോഡി പോർഷൻ സെറ്റ് ചെയ്യാം. ബോഡിയുടെ ഫ്രണ്ടിൽ ഒരു വി ഷേപ്ഡ് കട്ടിങ് ഡിസൈൻ വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ പീസ് ഒരു വേസ്റ്റ് പീസിലേക്ക് ജോയിൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് ആ പീസ് ഫ്രണ്ടിൽ വെക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് നിൽക്കാനാണ്. നമ്മൾ ഈ ഡ്രസ്സിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് പ്ലേസിൽ നിന്നോളും. ഫ്രണ്ടിൽ വെക്കാനുള്ള ബോഡി പോർഷൻ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഫുള്ളായിട്ട് പീസ് വെച്ച് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തത് നിവർത്തി വെച്ച് ഒരു സ്റ്റിച്ചും കൂടി അതിൽ കൊടുക്കാം. ഇനി നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ റെക്റ്റാങ്കുലർ പീസ് ഈ കട്ടിങ്ങിലേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. നമുക്ക് എത്രയാണോ നെക്കിന് ഡെപ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് വേണം നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ കഴുത്തിൻ്റെ ഇറക്കവും വീതിയും മാർക്ക് ചെയ്യണേ, ഇല്ലെങ്കിൽ ഫ്രണ്ട് നന്നായിട്ട് കിട്ടൂല. നമ്മൾ ഈ അറ്റാച്ച് ചെയ്യുന്ന വി കട്ട് പീസ് ബോഡിയുടെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് വേണം 2 സൈഡിലേക്കും വരാൻ. അങ്ങനെ ആ പീസിൻ്റെ 2 സൈഡും ബോഡി പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് ഫ്രണ്ട് ബോഡി പോർഷൻ അപ്പോൾ ഈ ഒരു ലുക്കിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്കുള്ള ബോഡി പോർഷൻ തുന്നിയെടുക്കാം. ഫ്രണ്ടിൽ അത്യാവശ്യം നെക്ക് ഇറക്കിയിട്ടുള്ളതുകൊണ്ട് ബാക്കിൽ ചെറിയൊരു ഇറക്കമുള്ള വട്ടക്കഴുത്താണ് കൊടുക്കുന്നത്. അങ്ങനെ ബോഡിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡേഴ്സ് അടിച്ച് ജോയിൻ ചെയ്ത് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്കിൽ വെച്ച പീസ് ഒന്നുകൂടെ അടിച്ച് പതിപ്പിച്ചെടുക്കാം. അടുത്തത് സ്ലീവാണ്. ആദ്യം കൈക്കുഴി കട്ട് ചെയ്തെടുത്ത് ഇനി സ്ലീവിൻ്റെ എൻഡ് നല്ലോണം വീതി കുറച്ച് മടക്കി അടിച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാം. നമ്മളിവിടെ 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിന്. ഇതുപോലെ സ്ലീവിൽ വെക്കാൻ കുറച്ചും കൂടി നേരിയ എലാസ്റ്റിക് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത്. നമ്മളെടുത്ത് അത് തീർന്നുപോയി, അതുകൊണ്ടാണ് ഈ വലുതെടുത്തത്. എലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എൽബോയുടെ അവിടെയുള്ള വിഡ്ത്തിനനുസരിച്ചിട്ട് ലെങ്ത് എടുക്കണം. നമ്മൾ സ്ലീവ് പീസിൻ്റെ വിഡ്ത്ത് നമ്മൾ അളവിനേക്കാൾ വിഡ്ത്ത് കൂട്ടിയല്ലേ എടുത്തത്. അപ്പോൾ ഇങ്ങനെ എടുത്താലേ നമുക്ക് കറക്റ്റ് ഫ്രിൽസ് പോലെ കിട്ടുള്ളൂ. അങ്ങനെ എലാസ്റ്റിക്കിൻ്റെ 2 സൈഡിലും അടിച്ചെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നേരെ എലാസ്റ്റിക് ആണെങ്കിൽ ഒരു സ്റ്റിച്ച് തന്നെ മതിയാവുന്നു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത സ്ലീവ് നമുക്ക് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കൂടെ തന്നെ മുകളിലും കുറച്ച് ഗ്യാദറിങ് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പോയറ്റ് സ്ലീവിൻ്റെ ലുക്ക് വരുള്ളൂ. അപ്പർ ബോഡി എല്ലാം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്കിനി ടിയറിനുള്ള പണിയിലേക്ക് പോവാം.
ടിയർ വെക്കാനുള്ള പീസിൻ്റെ ഒരു വശത്തെ അരിക് നേരത്തെ സ്ലീവിൻ്റെ എൻഡ് അടിച്ചു കൊടുത്ത പോലെ തന്നെ വീതി കുറച്ച് മടക്കി അടിച്ചു കൊടുക്കുക. ഈ പ്രിൻ്റ് കൂടുതലുള്ള മെറ്റീരിയലാണ് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ടിയർ ആയിട്ട് വെക്കുന്നത്. അത് നമ്മളൊരു 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു. കുറച്ചും കൂടി ഫ്ലെയർ വേണമെങ്കിൽ പീസ് കൂട്ടിയെടുത്താൽ മതി, അത് നിങ്ങളിഷ്ടം. ഇത് മിഡിൽ ടിയർ വെക്കാനുള്ള പീസാണ്. ഇതും നേരത്തെ പോലെ തന്നെ ഒരു സൈഡ് മടക്കി അടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ പീസിൻ്റെയും ഒരു വശം മാത്രം അരികടിച്ചിട്ട് മാറ്റി വെക്കാം. മിഡിൽ ടിയറിനുള്ള പീസ് ഏറ്റവും ടോപ്പ് ടിയറിൻ്റെ മുകളിലായിട്ട് ഫ്രില്ല് വെച്ച് അടിച്ചു കൊടുക്കണം. അത് കംപ്ലീറ്റ് ആയാൽ മിഡിൽ ടിയറിലേക്ക് ബോട്ടം ടിയർ മുകളിലായി വെച്ചിട്ട് അതും ഫ്രില്ലിട്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ നേരത്തെ അരി കടിച്ച സൈഡില്ലേനോ, അത് വേണം മേലെ വരാൻ. അതെന്തായാലും ശ്രദ്ധിക്കണേ. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസ് നമ്മൾ ഓരോ വശമായിട്ട് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ടത് ലാസ്റ്റ് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ അടിച്ചു വെച്ച ടിയേഴ്സ് നമുക്ക് ഓരോ വശമായിട്ട് ബോഡി പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബോഡിയുടെ മേലെയായിട്ട് വേണം നമ്മൾ നേരത്തെ അരി കടിച്ച ടിയറിൻ്റെ സൈഡ് വരാനായിട്ട്. ഡ്രസ്സിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ബാക്കിലൊരു കെട്ടും കൂടി കൊടുക്കാമെന്ന് വെച്ച്. അതിന് ഇതുപോലൊരു പീസ് അടിച്ചെടുക്കണം. പിന്നെ അത് മറിച്ചിട്ടിട്ട് കെട്ടിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി അത് സിമ്പിളായിട്ട് പുറകിലെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് വശവും ഫ്രണ്ട് വശവും കൂടി കൂട്ടിപ്പിടിച്ച് അടിക്കാം. സ്ലീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് അങ്ങനെ അടിച്ച് പോവാം. ബോഡിയുടെ അവിടെ കൃത്യമായിട്ട് നമ്മുടെ അളവിനനുസരിച്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് വേണേ അടിക്കാൻ. അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും അടിച്ചു കൊടുക്കേ. ഇത്ര ആയപ്പം തന്നെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് ഡ്രസ്സിൻ്റെ ലെങ്ത്തിൻ്റെ എൻഡും കൂടി അരികടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ ഡ്രസ്സ് റെഡിയായി. പക്ഷെ പരിപാടി ഇവിടെ കൊണ്ട് തീരുന്നില്ല. ബോഡിയുടെ ഫ്രണ്ടിൽ വെച്ച ആ പീസിൽ കുറച്ച് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസ് ഒക്കെ കൂടെ വെച്ച് ഒരു സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വർക്ക് ചെയ്ത പോർഷൻ വരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഡ്രസ്സ് ആക്ച്വലി സ്റ്റിച്ച് ചെയ്തത് എൻ്റെ അമ്മയാണേ. അമ്മ അത്യാവശ്യം ഇവിടെ അടുത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈലറാണ്. അപ്പം നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? അഭിപ്രായം എന്തായാലും പറയണേ. ഇതിപ്പോൾ അടുത്ത് തുടങ്ങിയ ഒരു ചെറിയ ചാനലാണേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു ഡ്രസ്സായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.